ഇപ്പോ AP-യുടെ മർക്കസിൽ പോയിരുന്നെങ്കിൽ, ഏതെങ്കിലും ഉസ്താദുമാരുടെ കൂടെ ദർഗകളോ കബറിടങ്ങളോ സന്ദർശിക്കാൻ പോയിരുന്നെങ്കിൽ അത്രയും വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. ഇത് തന്നെയല്ലേ നമ്മളും പറയുന്നുള്ളൂ. ഇവര് ബിസിനസ് അർത്ഥം മതത്തെ എടുത്ത് ഉപയോഗിക്കുവാണ് എല്ലായിടത്തും. ഇവിടെ ഭൂരിപക്ഷം വരുന്ന ആളുകൾ മതതീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും തീവ്രവാദികളെ സൃഷ്ടിക്കുകയും ചെയ്താൽ നമ്മൾ പറയും ഏതെങ്കിലും വ്യക്തികൾ ആക്രമിച്ചതുകൊണ്ടല്ല, ആ 29 പേരും കൊല്ലപ്പെട്ടത് മതത്തിന്റെ പേരിലായതുകൊണ്ടാണ് നമുക്കത് പറയേണ്ടി വരുന്നത്. മതത്തിന്റെ പേരിലായതുകൊണ്ട്. അപ്പോ പാൻഡൂരി മതം നോക്കി ലിംഗനിർണയം വരുത്തി മുറിയനാണ് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് കൊന്നതിനെതിരെ ഇവർക്കാർക്കും ഒന്നും പറയാനില്ല, അല്ലേ? അപ്പൊ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ഒറ്റുകാര് അതുപോലെ തന്നെ ഈ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ വെള്ളപൂശുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അവരോടും നമുക്കൊന്നേ പറയാനുള്ളൂ, ഈ രാജ്യമുണ്ടെങ്കിലേ നിങ്ങൾക്ക് രാഷ്ട്രീയം പറയാൻ കഴിയൂ കേട്ടോ. രാഷ്ട്രമായിരിക്കണം പ്രധാനം. വെടിപ്പായിട്ട് നമ്മുടെ ഷോൺ ജോർജ് എന്ന പുലിക്കുട്ടി ഈ സത്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഭൂരിപക്ഷത്തിന് പറയാൻ മടിയുള്ളതും ഭയമുള്ളതും ആരെങ്കിലുമൊക്കെ പറയട്ടെന്നേ. ഇവിടെ കമ്മ്യൂണിസത്തെ പോലെയും നാസിസത്തെ പോലെയും ഫാസിസത്തെ പോലെയും നമ്മുടെ സാംസ്കാരിക നായകരും രാഷ്ട്രീയ നേതാക്കളും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയല്ലേ ജിഹാദ്. ജിഹാദ് എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല, പൊളിറ്റിക്കൽ ഇസ്ലാം. ലോകമെമ്പാടും രാഷ്ട്രങ്ങൾക്കും രാഷ്ട്ര നിയമങ്ങൾക്കും അപ്പുറത്ത് മതനിയമം അടിച്ചേൽപ്പിക്കുവാൻ ലോകമെമ്പാടും എല്ലാ സ്റ്റേറ്റ് എന്ന കൺസെപ്റ്റിന് വിരുദ്ധമായി ലോകം മുഴുവൻ ഒരു തുടക്കീഴിൽ ശരീഅത്ത് നിയമത്തിന് കീഴിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞു നടക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന ഈ കൺസെപ്റ്റിനെ വിമർശിക്കാനോ അവർക്കെതിരെ വർത്താനം പറയാനോ തയ്യാറാകാത്ത ഒരു ജനത, അതിന്റെ ഏറ്റവും വലിയ കേന്ദ്രമായി കേരളം മാറുന്നു. ഒരുപക്ഷെ അതിന്റെ തലസ്ഥാനമായി തന്നെ കേരളം മാറുന്നു. സത്യം. ഇസ്ലാം ഒരു മതമാണെങ്കിലും ആ മതത്തിലുള്ള ജനങ്ങൾക്ക് പോലും ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെ നിലപാട് സ്വീകരിക്കുവാൻ കഴിയാതെ പോകുന്നു. അങ്ങനെ നിലപാട് സ്വീകരിക്കുന്ന കുറച്ചാളുകൾ അവരെ സമുദായ വിരുദ്ധരായി ചിത്രീകരിക്കുന്നു. നമ്മളെയൊക്കെ ഞാനൊരു കാര്യം മാത്രം സൂചിപ്പിക്കട്ടെ. പഹൽഗാമിൽ നടന്ന കൂട്ടക്കൊല ഇന്ന് ഇന്ത്യ ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയ വിഷയം. എനിക്ക് ഉറപ്പുണ്ട് ആ കൊലപാതകം നടന്ന ആ ക്രൂര കൊലപാതകം നടന്ന ആ ദിവസം ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു പൗരനും സമാധാനമായി ഉറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ കേരളത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അവരെ ഓരോരുത്തരെയും പേര് ചോദിച്ച് കരീമ ചൊല്ലാൻ പറഞ്ഞ് അത് ചൊല്ലാത്തവരെയാണ് അവിടെ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ടത്. ഒരു ക്രൈസ്തവനും ബാക്കിയുള്ള ഹൈന്ദവ വിശ്വാസികളുമാണ്. അവിടെ മതത്തിന്റെ പേരിൽ അവർ കൊല്ലപ്പെടുമ്പോ ഇവിടെ നിന്നുകൊണ്ട് ഇത് ശരിയല്ല എന്ന് പറയാൻ എത്ര ഇസ്ലാമിക സംഘടനകൾ മുമ്പോട്ട് വന്നു. മതത്തിന്റെ പേരിലാണ് അവർ കൊല്ലപ്പെട്ടതെന്ന് എത്ര പേര് ഇതിനെ അപലപിച്ചു രംഗത്തു വന്നു. ഇസ്ലാം മത തീവ്രവാദത്തെയും ഈ പിടിച്ച ആളുകളൊക്കെ തീവ്രവാദികളാണെന്നും ഇത് തന്നെയാണ് മതഗ്രന്ഥം പഠിപ്പിക്കുന്നതെന്നും പറഞ്ഞ് എത്ര സംഘടനകൾ രംഗത്ത് ഇത് തന്നെയാണ് എല്ലാ തീവ്രവാദത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത്. ജോസഫ് മാഷിന്റെ കയ്യും കാലും എടുത്ത ഭീകരതയിലും നമുക്ക് ഇത് തന്നെയാണ് കാണാൻ കഴിയുന്നത്. കാരണം ഇവരെ വിമർശിക്കാൻ, ഈ തീവ്ര വിഭാഗക്കാരായിട്ടുള്ള ഇസ്ലാം മത വിഭാഗത്തെ വിമർശിക്കാൻ അവർക്ക് കഴിയില്ല. കാരണം അവർ ഖുർആനും ഹദീസും അതനുസരിച്ചിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. ഖുർആനിൽ പറഞ്ഞത് പ്രകാരം അള്ളാഹുവിനെയോ അവന്റെ റസൂലിനെയോ എതിർത്താൽ എതിർദിശകളിൽ നിന്ന് കൈകാലുകൾ ഛേദിക്കണം, കൊല ചെയ്യണം, നാട് കടത്തണം എന്നൊക്കെ ഖുർആനിൽ പറഞ്ഞ അതേ ശിക്ഷ തന്നെയാണ് ജോസഫ് മാഷിന്റെ വിഷയത്തിലും ഇവർ കണക്കാക്കിയത്. അത് തന്നെയാണ് ചെയ്തത്. പിന്നെ പോപ്പുലർ ഫ്രണ്ട് മുസ്ലിം അല്ല എന്ന് ഇവരെങ്ങനെയാ പറയുക? ഇസ്ലാം മത ശിക്ഷാ രീതി അല്ല അവർ നടപ്പിലാക്കിയതെന്ന് എങ്ങനെ ഇവർ പറയുക? അതിനെക്കുറിച്ച് പരാമർശിക്കാൻ പിറ്റേ ദിവസം രാവിലെ 10 മണി വരെ കേരളത്തിലെ പല ചാനലുകളിലും ഈ പരാമർശം ഞാൻ കണ്ടു. 10 മണിക്ക് ശേഷം ഒരു ചാനലും അത് പരാമർശിച്ചില്ല, പറയില്ല. അവിടെ കൃത്യമായ രാഷ്ട്രീയ വിലക്ക് അവർക്ക് നേരെ ഉണ്ടായി. അപ്പോ നമ്മുടെ സമൂഹവും നമ്മുടെ സാംസ്കാരിക നായകന്മാരുമൊക്കെ ഇവിടെ ഫാസിസത്തെ കുറിച്ചും റാഡിക്കലിസത്തെ കുറിച്ചും
അതുപോലെ നാസിസത്തെ കുറിച്ചുമൊക്കെ കൃത്യമായി ചർച്ച ചെയ്യുമ്പോൾ എന്തുകൊണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഈ ദോഷഫലങ്ങളെ കുറിച്ച് സംസാരിക്കുവാൻ തയ്യാറാകുന്നില്ല? ഇവിടുത്തെ ജനാധിപത്യ സംവിധാനങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ പോകുന്ന ഒരു അരാഷ്ട്രീയവാദത്തെ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ കൺസെപ്റ്റിൽ നിന്നുകൊണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന കൺസെപ്റ്റുമായി മുമ്പോട്ട് പോകുന്ന ഈ സംസ്കാരത്തെ എതിർക്കാൻ ഇന്ന് ഇവിടുത്തെ കോൺഗ്രസിനെയും CPM-നെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഇവിടുത്തെ ചില സംഘടനകൾ, ഞങ്ങളാണ് മുസ്ലിം സമുദായത്തിന്റെ നേതൃത്വം, ഞങ്ങൾ അതിന്റെ പിതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ചില സംഘടനകൾ രംഗത്ത് വരുമ്പോൾ ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളായ CPM-നെയും കോൺഗ്രസിനെയും അതിനെ എതിർക്കാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല, ആ സമുദായത്തിന്റെ മുഴുവൻ പിതൃത്വവും ഈ റാഡിക്കൽ സംവിധാനങ്ങൾക്ക് വിട്ടുകൊടുക്കുന്ന രാഷ്ട്രീയ ക്രൂരത, അതിലുപരി പ്രീണന രാഷ്ട്രീയം നടത്തുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിലെയും നയങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതിൽ കോൺഗ്രസ് നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ പ്രീണനമാണ് 1995-ലും 2013-ലും ഉണ്ടായത്. ഭരണഘടനാ വിരുദ്ധമാണ്. എന്താണ് വഖഫ് ആക്ടിലെ ഭരണഘടനാ വിരുദ്ധത? നമ്മൾ ചർച്ച ചെയ്യണം. ഞാനും നിങ്ങൾ ഉൾപ്പെടുന്ന ഇന്ത്യ 2013-ൽ വഖഫ് ഭേദഗതി ചെയ്തു കൊടുത്തതിലൂടെ എന്താണ് ഇവർ ചെയ്തത്? മുസ്ലിങ്ങൾക്ക് ഈ നാടിനെ തീരെഴുതി കൊടുക്കുന്നത് പോലെ ഭരണഘടനാ വിരുദ്ധമായി ഒരു മതവിഭാഗത്തിനു വേണ്ടി മാത്രം മറ്റുള്ളവരുടെ സമ്പത്ത് അപഹരിക്കാനുള്ള ഒരു റൈറ്റ്സ് ഉണ്ടാക്കി കൊടുത്തു. പക്ഷേ ഇനിയും അത് നടപ്പില്ല. കാരണം ഇപ്പോ പുഷ്കർ സിംഗ് ധാമി പറഞ്ഞത് കേട്ടില്ലേ? ഇത് തന്നെയാണ് എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ മനസ്സിലാക്കിയിരിക്കുന്നു. ഇതിന്റെ പരിഷ്കരണം വേണ്ടത് നമ്മുടെ നാടുകളിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് ഇപ്പോ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി സംസ്ഥാനത്തെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി നടത്തിയ ഒരു കൂടിക്കാഴ്ചയിൽ പാകിസ്ഥാൻ പൗരന്മാരെ തിരിച്ചറിയണം, അതുപോലെ തന്നെ ഈ വഖഫ് ബില്ലിനും ആദ്യം നിയമമെടുത്തത് അവര് തന്നെയായിരുന്നു. ഉത്തരാഖണ്ഡ് എടുത്തിട്ടുണ്ട്, ആസാം എടുത്തിട്ടുണ്ട്, UP എടുത്തിട്ടുണ്ട്. കേരളം നമ്മൾ പ്രതീക്ഷിക്കുന്നൊന്നുമില്ല അത് എന്താണ് സംഭവിക്കുന്നതെന്നും. അപ്പോൾ നമ്മുടെ അകത്ത് തന്നെയുള്ള തീവ്രവാദികളെയും ഭീകരരെയും രാജ്യവിരുദ്ധരെയും കണ്ടെത്തുന്ന നിലപാട് സ്വീകരിക്കണം. അമിത്ഷാ വിളിച്ചു ചേർത്ത യോഗത്തിൽ എല്ലാ മുഖ്യമന്ത്രിമാരോടും പറഞ്ഞു. പക്ഷെ എത്ര മുഖ്യമന്ത്രിമാരത് പ്രാവർത്തികമാക്കിയെന്നത് ഞാൻ കണ്ടു തന്നെ അറിയണം. ഇപ്പോ പഹൽഗാം കൂട്ടക്കൊലയ്ക്ക് ശേഷമുള്ള കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ പൗരന്മാരെ കണ്ടെത്തിയിട്ട് എന്ത് വില കൊടുത്തും അവരെ തിരിച്ചയക്കണം എന്ന് പുഷ്കർ സിംഗ് ധാമി പോലീസിനോട് പറഞ്ഞു. സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പൗരത്വ സ്ഥിരീകരണ ഡ്രൈവ് വേഗത്തിലാക്കണം. വാടകക്കാരുടെ സ്ഥിരീകരണം നടത്താത്ത ആളുകൾക്ക് ശക്തമായ രൂപത്തിൽ പിഴ ചുമത്താനും അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പ് നൽകി. തന്നെയുമല്ല, തെറ്റായ രേഖകളുടെ അടിസ്ഥാനത്തിൽ, വ്യാജരേഖകളുടെ അടിസ്ഥാനത്തിൽ സർക്കാർ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ നേടുന്ന ആളുകൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇപ്പോ പഹൽഗാമില് അടുത്തിടെ ഉണ്ടായ ഭീകരാക്രമണം കണക്കിലെടുത്ത് ചാർധാം യാത്രാ റൂട്ടിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതൽ ശക്തമാക്കാനും ധാമി പറഞ്ഞിട്ടുണ്ട്. യാത്രാ വഴിയിൽ സംശയാസ്പദമായി ആരെയെങ്കിലും കണ്ടാൽ ഉടൻ തന്നെ കസ്റ്റഡിയിൽ എടുക്കണം. തന്നെയുമല്ല, പൊതുജനങ്ങളെയും ഇക്കാര്യത്തിൽ ബോധവാന്മാരാക്കണം. സംശയാസ്പദമായ പ്രവർത്തനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു ടോൾ ഫ്രീ നമ്പർ അദ്ദേഹം ഉണ്ടാക്കി. അതുവഴി സാധാരണക്കാർക്ക് ബന്ധപ്പെട്ട നമ്പറിൽ വിവരങ്ങൾ പങ്കിടാം. അവരെ ബംഗ്ലാദേശികളാണെന്ന് തോന്നുന്നുണ്ടോ? പാകിസ്ഥാനികളാണെന്ന് തോന്നുന്നുണ്ടോ? അവരുടെ ഇടപെടലില് സാമൂഹ്യ മാധ്യമങ്ങളിലെ കമന്റുകളിൽ, അതല്ലെങ്കിൽ ചാറ്റുകളിൽ, അവരുടെ വീഡിയോകളിൽ എന്തെങ്കിലും സംശയകരമായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉടനെ തന്നെ ബന്ധപ്പെടാൻ നമ്പർ. ഒരു സംസ്ഥാനം ഏത് രൂപത്തിലാണ് പുരോഗമിക്കേണ്ടത്? ഈ രൂപത്തിൽ ഒരു രാജ്യത്തെ മുഴുവൻ അമുസ്ലിങ്ങളെയും കാഫിറുകളാക്കി അവരെ ഉന്മൂലനം ചെയ്യാനുള്ള ഒരു നടപടിയുമായി പാകിസ്ഥാനികൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇന്ത്യ ഏത് രൂപത്തിലുള്ള നിലപാടായിരിക്കണം സ്വീകരിക്കേണ്ടത്? അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതേ കാണാൻ പാടുള്ളൂ. എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന്
ശത്രുവിനെ പ്രതിരോധിക്കേണ്ടതിന് പകരം മലർന്നു കടന്ന് തുപ്പേണ്ടുന്ന സമയമല്ല ഇത്. പക്ഷേ മുസ്ലിങ്ങൾക്കാണെങ്കിൽ തീവ്രവാദികളെ വെള്ളപൂശിയേ പറ്റൂ. ഇതുപോലെയുള്ള ചില കൃമി കീടങ്ങൾ ചാനലുകളിൽ വന്നിരുന്ന് പാകിസ്ഥാനെ വെള്ളപൂശുന്ന ഒരു നയവും നിലപാടും സ്വീകരിക്കുമ്പോൾ ഒരുത്തനെ കണ്ടില്ലേ, ഒരു മലയാളിയാണ്. മറ്റു രാജ്യങ്ങൾ ഇന്ത്യക്കെതിരെ കാർക്കിച്ചു തുപ്പും പോലും ഒരു വിശുദ്ധ ജിഹാദിന് വേണ്ടി ഇരുമ്പ് നിക്കറിട്ട് ബെൽറ്റ് മുറുക്കി കാത്തിരിക്കുവാണെന്ന് കല്യാണ സാധനം ഇരുമ്പ് നിക്കറിനകത്ത് പൊതിഞ്ഞ് സനോഫ്, മുഹമ്മദ് സനോഫ്. എത്ര കോടികളാണ് അവന്റെ അക്കൗണ്ടിൽ വന്നതെന്ന് ആർക്കറിയാം? ഇതിനു മുമ്പ് എത്ര കണ്ട് ഭീകര പ്രവർത്തനങ്ങളും രാജ്യവിരുദ്ധതകളും അവൻ ചെയ്തിട്ടുണ്ട് എന്ന് എങ്ങനെ അറിയാം? അവൻ ഇന്ത്യയുടെ പാസ്പോർട്ട് വെച്ചുകൊണ്ടിരിക്കാൻ അവൻ അർഹനാണോ? ഇന്ത്യൻ പൗരത്വം പോലും അവനിൽ നിന്ന് നിഷേധിക്കേണ്ടിയിരിക്കുന്നു. ഇവരെ പോലെയുള്ള ആളുകളെ മാതൃകാപരമായി ശിക്ഷിച്ചിട്ടില്ലെങ്കിൽ ഇനിയും സനോഫുമാർ രംഗപ്രവേശം ചെയ്യും. ഇത് തന്നെ നമ്മൾ പറയുന്നുള്ളൂ.